ഡോക്ടർ ജയപ്രകാശ്, ഒരു 13കാരി സ്വന്തം മുത്തശ്ശന് കൊട്ടേഷൻ നൽകുന്നു. കൂടെ ആ കൊട്ടേഷൻ വർക്കൗട്ടാക്കാൻ ഇടപെട്ടതാകട്ടെ ഇവളുടെ സമപ്രായക്കാരായ കുട്ടികൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു എന്തായാലും പ്രായപൂർത്തിയാകാത്തവർ 4 പേർ അങ്ങനെ പോലീസിൻ്റെ പിടിയിലാവുകയാണ്. ഇവർ മുത്തശ്ശനെ കൊല്ലുന്നു. എന്നിട്ട് ഈ കൊട്ടേഷൻ നൽകിയ ചെറുമകൾക്ക് ലൈവ് വീഡിയോ കാട്ടിക്കൊടുക്കുകയാണ്, മീൻസ് വീഡിയോ കോളിലൂടെ. എന്താണ് ഇതിൻ്റെ ഈ മനോവ്യാപാരത്തിൻ്റെ ചോദന? ഇത് ഈ കുട്ടിയുടെ മുൻകാലങ്ങളിലുള്ള സ്വഭാവ രീതി എന്താണെന്നുള്ളത് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഇൻസിഡന്റിൽ മാത്രമാണ് നമ്മളിപ്പോ കുട്ടിയെ പറ്റി കേൾക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടത് കുട്ടിയുടെ മുൻകാല സ്വഭാവ രീതി എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത്. കുട്ടികളിലെ കുറ്റവാസന സ്വഭാവ രീതി, ക്രിമിനൽ വാസന സ്വഭാവ രീതി മുൻകാലങ്ങളിലേക്കാൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കുറ്റവാസനയും അക്രമ സ്വഭാവവും അതുപോലെ ക്രിമിനൽ ബിഹേവിയറും എല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പൊതുവിൽ സമൂഹത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രവണത വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത് ഒരു പശ്ചാത്തലം, അത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ, നമ്മൾ എൻവയോൺമെന്റ് എന്ന് അങ്ങനെ പറയാം. അതുപോലെ കുട്ടിയിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അക്രമവാസനയുടെ സ്വഭാവ രീതിയും അതുപോലെ കുട്ടിയിൽ ഉള്ള മറ്റു തരത്തിലുള്ള ചിലപ്പോൾ മോഷണശീലം, അല്ലെങ്കിൽ അക്രമവാസന, അല്ലെങ്കിൽ കള്ളം പറയുന്നു, സാധനങ്ങൾ നശിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള വയലന്റ് ആയിട്ട് വീട്ടിലുള്ളവരോട് പെരുമാറുന്നു, അഗ്രസീവായിട്ട് പെരുമാറുന്നു, സ്കൂളിലുള്ള കൂട്ടുകാരോട് അതുപോലെ അഗ്രസീവായിട്ട് പെരുമാറുന്നു. അല്ല, അങ്ങനെ ഈ കുട്ടിയെ കുറിച്ച് ചില പരാതികളുണ്ട്. അപ്പോൾ കുട്ടിയായതുകൊണ്ട് പറയുന്നത് നമുക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഒരു പരിഷ്കൃത സമൂഹം സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ചില ഇങ്ങനെയുള്ള പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഷാജി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഷാജിയിലേക്ക് കൂടി അതിൻ്റെ ഒന്ന് പോകാം. ഡോക്ടർ ഒന്ന് തുടരൂ. ഷാജഹാൻ, ഇത്തരത്തിൽ ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ വളരെ അഗ്രസീവായി, വളരെ ദേഷ്യം, വളരെ കുഴപ്പമെന്ന് സമൂഹം പറയുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അജിംഷാദ്, പ്രാദേശികമായിട്ട് നമുക്ക് ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പെൺകുട്ടിയുടെ ജീവിത രീതി അത്ര നല്ല രീതിയിലായിരുന്നില്ല. നമുക്കറിയാം, ഇത് അമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലാണ്. അതോടൊപ്പം തന്നെ കാര്യമായിട്ട് ഇവരെ നോക്കാനോ പെൺകുട്ടിയെ നേരായ വഴിക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. ഇവരുടെ ജീവിത രീതി ശരിയായ രീതിയിലായിരുന്നില്ല ഈ 13കാരിയുടേതെന്നാണ് പ്രാദേശികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷെ മറ്റു പല കാര്യങ്ങളും നാട്ടുകാർ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ കഴിയാത്ത. നാട്ടുകാരുടെ വാക്കാർത്ഥത്തിൽ നമുക്ക് ഉദ്ധരിക്കാനാവില്ല. ഞാൻ ഷാജി തിരിച്ചെത്താം. ഡോക്ടർ, അതാണ് അപ്പോൾ ഈ കുട്ടിയെ സൃഷ്ടിക്കുന്നതിൽ സമൂഹത്തിനൊരു ഒരു ഘടകമുണ്ട്. കാരണം ഒന്ന്, ഈ കുട്ടിയുടെ അമ്മ രണ്ടാമതൊന്ന് വിവാഹം കഴിക്കും. സ്വാഭാവികമായും അത്തരത്തിൽ എന്തെങ്കിലും വിവേചനം വീട്ടിൽ നേരിട്ടുണ്ട്. നമുക്കറിയില്ല, അതിനെക്കുറിച്ച് പഠിക്കണം. പക്ഷേ എന്തായാലും ഈ കുട്ടി ഇത്തരത്തിലേക്കൊരു മനോഗതിയിലേക്ക് മാറുന്നു. കാരണം സാധാരണ മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനേക്കാൾ കൂടുതൽ അടുപ്പം ഗ്രാൻഡ് പേരൻസിനോടാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി ഈ രീതിയിലേക്ക് മാറുന്നത്? ഒരു ഐഫോണിന് വേണ്ടി, പണത്തിന് വേണ്ടി മുത്തശ്ശൻ്റെ രക്തം വീഴുന്നു, അത് ലൈവായി കാണുന്നു. അത് ഈ നമ്മളിപ്പം പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള കുറ്റവാസന സ്വഭാവ രീതിയുള്ള കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തിയിട്ടുണ്ട്. 12 വർഷത്തിന് മുമ്പ് എന്റെ PhD വിഷയവുമായിരുന്നു കുട്ടികളുടെ കുറ്റവാസന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിൽ കാണുന്നത് ഈ കുട്ടികളിൽ ഈ നേരത്തെ വിവരിച്ച രീതിയിലുള്ള ഫാമിലി പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം, നമ്മൾ അതിനകത്ത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. ആൽക്കഹോളിസം, ഡൊമസ്റ്റിക് വയലൻസ്, ക്വാറൽസം ഫാമിലി, അബാൻഡൻ ഫാമിലി, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് മദർ, ഇങ്ങനെയൊക്കെ ഉള്ള പശ്ചാത്തലങ്ങളുള്ള കുടുംബങ്ങളിലെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ, കുറ്റവാസന സ്വഭാവ രീതികൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പറയുമ്പം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിലുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയിൽ കുറ്റവാസന, അക്രമവാസന സ്വഭാവ രീതി, മോഷണ സ്വഭാവ രീതികൾ വരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുള്ളതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള നമ്മൾ ഇതിനെ കോണ്ടാക്ട് ഡിസോർഡർ എന്നാ പറയുന്നത്. കുറ്റവാസന സ്വഭാവ രീതി, കോണ്ടാക്ട് ഡിസോർഡർ, സ്വഭാവ വൈകൃതങ്ങൾ. കുറ്റവാസന സ്വഭാവ രീതിയുള്ള കുട്ടികളെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അവരുടെ കേസ് ബാക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളല്ലാതായിട്ട് കുട്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നതായിട്ട് കാണാൻ പറ്റും. കുട്ടിക്കാലത്ത് തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയും. അങ്ങനെ ആ രീതിയിലുള്ള സ്വഭാവ രീതി കുട്ടികളിൽ കാണാൻ പറ്റും, ചെറിയ കുട്ടികളിൽ. അത് ഇത്തിരി കൂടെ വലുതായി വരുമ്പോൾ തർക്കം, വഴക്ക്, വാശി, ദേഷ്യം,
അത്തരത്തിലുള്ള സ്വഭാവ രീതിയായിട്ട് വരും. ഒപ്പോസിഷണൽ ഡീഫിയന്റ് ഡിസോർഡർ എന്ന് പറയും. അത് ഇത്രയും കൂടെ വലുതാകുമ്പോഴത്തേക്ക് 10, 12, 13 വയസ്സാകുമ്പോഴത്തേക്ക് അഗ്രസീവ് ബിഹേവിയർ, ലൈയിങ്, സ്റ്റീലിങ്, അങ്ങനെ കുറ്റവാസന സ്വഭാവ രീതികൾ, മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് പോകുക, സെക്ഷൽ ക്രൈംസിലേക്ക് പോകുക, പോർണോഗ്രാഫിയിലേക്ക് പോകുക. ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്ട്രീം ഓഫ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കുട്ടികൾ വളരുന്നതനുസരിച്ച് തന്നെ അത് വികസിച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി, കോംപ്ലക്സ് ആയിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സമൂഹത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. ഇത് സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ പലപ്പോഴും ആൾക്കാർ പറയുന്നത് കുട്ടിയുടെ കുസൃതി എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇതിനൊക്കെ എഴുതി തള്ളുന്നത്. അതിന് മതിയായ തരത്തിലുള്ള ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ മതിയായ തരത്തിലുള്ള ഇടപെടൽ നൽകാനോ ഒന്നും പേരൻസ് പൊതുവിൽ തയ്യാറാകത്തില്ല. പക്ഷെ ഇപ്പൊ ഇത്തിരി പ്രവണത മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള സമൂഹത്തിൽ വലിയ ചർച്ച നടക്കുന്നത് കൊണ്ട് ഇപ്പം കുട്ടികളെ ഡോക്ടർമാരെ കാണിക്കാൻ, ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കാണിക്കുന്ന പ്രവണത പഴയതിൽ ഇത്തിരിയും കൂടെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കുട്ടി എന്തുകൊണ്ട് ഐഫോൺ വാങ്ങണം എന്ന തരത്തിലേക്ക്, അപ്പോ ഈ മൊബൈൽ അഡിക്ഷനും ഇതിന്റെ ഒരു കാരണമാണോ? ആണോ? അതോ? അതെ. മൊബൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഏറ്റവും പേരൻസിനെക്കാളും ഇഷ്ടപ്പെട്ട സാധനം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെക്കാളും ഇഷ്ടപ്പെട്ട, ആരെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൊബൈലായിരിക്കും. അപ്പൊ ആ മൊബൈലിന്റെ പുതിയ കുട്ടികളാകുമ്പോൾ, യങ് ജനറേഷൻ കുട്ടികളാകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത, അവർക്ക് ടെക്നോളജി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കാണും. അപ്പോൾ കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉള്ള മൊബൈലുകളോട് അവർക്ക് ഭയങ്കരമായ ഭ്രാന്തമായിട്ടുള്ള തരത്തിലുള്ള ഒരു ആവേശം കൂടുതലായിരിക്കും. അപ്പൊ അത് സ്വന്തമാക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് സ്വന്തമാക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെത്തും. അങ്ങനെ എത്തുന്നത് എല്ലാ കുട്ടികളും എത്തത്തില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ എത്തുന്നത് ഏതൊക്കെ കുട്ടികളാണെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവണതയിലുള്ള, കുടുംബാന്തരീക്ഷത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം കൂടി. അതായത് ഡോക്ടർ വളരെ ചുരുക്കി, അതായത് ഇത്തരം മൊബൈൽ അഡിക്ഷനും ഒപ്പം ഏത് തരം പെരുമാറ്റ വൈകല്യം കാണുമ്പോഴാണ് അവരെ ഒരു ഡോക്ടറോട് ചികിത്സയ്ക്കായി സമീപിക്കേണ്ടത്? നമ്മൾ ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള കുട്ടികളായിട്ടിരിക്കുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതൽ, അവരുടെ അടങ്ങിയിരിക്കാത്ത പ്രവണത, പിന്നെ സാധനങ്ങൾ നശിപ്പിക്കുന്നു, വാശി പിടിക്കുന്നു, തറയിൽ കിടന്നുരുളുന്നു, തലയിട്ടിരിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവ രീതി ആൺകുട്ടികൾ കാണിക്കുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ കുസൃതി എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഇതുപോലത്തെ സ്വഭാവമുള്ള പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ ആൺകുട്ടികളിലാണ് ഇതുപോലെ സ്വഭാവ രീതി കൂടുതലായി കാണുന്നത്. അപ്പൊ ഈ കേസ് ഇപ്പൊ നിങ്ങളിപ്പോ റിപ്പോർട്ട് ചെയ്ത കേസ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. സാധാരണഗതിയിൽ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ പെൺകുട്ടികളും കാണുന്നുണ്ടെങ്കിലും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് ഞാൻ പറയുന്നത് 4:1 റേഷ്യോയിൽ ആൺകുട്ടികളിലാണ് ഇത് കൂടുതൽ പ്രവണത കാണുന്നതെന്നുള്ളതാണ്. പിന്നെ അവരൊരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കുട്ടി, നേരത്തെ പറഞ്ഞ കുട്ടി തന്നെ, ഒരു കുറച്ച് കുട്ടികളിൽ, നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കുട്ടികളിൽ തന്നെ കുറച്ച് കുട്ടികളിൽ തർക്കം, വഴക്ക്, വാശി, ദേഷ്യം പറയുന്നതിനെതിരെ ചെയ്യുക എന്നുള്ള ഒരു സ്വഭാവം സമഗ്രമാണ് ഡോക്ടർ. പിന്നെ അവിടെ നിന്ന് ഒരു സെക്കൻഡ് അത് അവിടെ നിന്ന് അടുത്ത 10, 12, 14 വയസ്സിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറ്റവാസന കൂടി, മോഷണശീലം, പിടിച്ചുപറി, അടി, വഴക്ക്, വാശി, ദേഷ്യം, പിന്നെ മയക്കുമരുന്ന് ഉപയോഗം, പോർണോഗ്രാഫി, സെക്ഷൽ ക്രൈംസ്, അങ്ങനെ വികസിച്ച് വന്ന് കോണ്ടാക്ട് ഡിസോർഡർ ആകും. കോണ്ടാക്ട് ഡിസോർഡർ പിന്നെ അഡൾട്ട് ആകുമ്പോഴത്തേക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആകും കുറച്ചു പേരിൽ.